ആന്ധ്രയിലെ തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് 4 പേർ മരിച്ചു. വൈകുണ്ഠ ഏകാദശിക്കിടെയാണ് ദുരന്തമുണ്ടായത്. ദർശനത്തിനായി കൂപ്പൺ വാങ്ങുന്ന കൗണ്ടറിലാണ് വലിയ തിക്കും തിരക്കും ഉണ്ടായത്. MG മിഥുൻ ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനം ഉണ്ടായില്ല, അല്ലെങ്കിൽ കൃത്യമായി പ്രവർത്തിച്ചില്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ? വലിയ തരത്തിലുള്ള ഒരു അപകടത്തിലേക്കാണോ കാര്യങ്ങൾ പോയിരിക്കുന്നത്? ഈ മരണനിരക്ക് ഉയരും എന്നുള്ളൊരു ആശങ്കയുണ്ടോ? അപർനാഥ്, നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ അറിയാം എത്രത്തോളം ആളുകൾ ഈ ഒരു കൂപ്പൺ എടുക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. അതുകൊണ്ട് തന്നെ വലിയ ഒരു അപകടമാണ് ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ 94 കൗണ്ടറുകളും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വൈകുണ്ഠ ഏകാദശി കൂപ്പൺ വിതരണത്തിനായി ഒരുക്കിയിരുന്നു. അതിൽ വിഷ്ണുവിലാസം എന്ന പേരിൽ ഉള്ള ഒരു കൗണ്ടറിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഉന്തും തള്ളും ഉണ്ടായത്. കൂപ്പൺ വിതരണ കൗണ്ടറിന് മുന്നിലേക്ക് ആളുകൾ ആ സമയത്ത് ഉന്തിത്തള്ളി കയറിയതോടെയാണ് അപകടത്തിലേക്ക് വഴിവെക്കുകയും ചെയ്ത് ഈ സമയത്ത് തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതോടെയാണ് അപകടത്തിലേക്കും 4 പേരുടെ മരണത്തിന് ഇടയാക്കുകയും ചെയ്ത് തിരക്കിൽപ്പെട്ട ആളുകൾ സ്ഥലത്ത് നിന്ന് പരിഭ്രാന്തരായി ഓടുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഒന്നായ തിരുപ്പതി ക്ഷേത്രത്തിലാണ് ഈ തിരക്കേറിയ സമയത്താണ് ഇത്തരമൊരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം കാലങ്ങളായി എല്ലാ വർഷവും നടക്കുന്ന ചടങ്ങാണ്. ആ സമയത്തൊക്കെ തന്നെ വലിയ രീതിയിൽ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ആളുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കൂടുതൽ പോലീസ് സേനയും ഒപ്പം തന്നെ കൂടുതൽ കൗണ്ടറുകളും തുറക്കാറുള്ളത് പതിവാണ്. അത് ആണ് ഇത്തവണ 94 കൂപ്പണുകൾ അല്ലെങ്കിൽ കൂപ്പണുകൾ വിതരണം ചെയ്യുന്നതിനായി 94 കൗണ്ടറുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഈ കൂപ്പൺ വിതരണ കൗണ്ടർ തുറക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പെട്ടെന്ന് ആളുകൾ തള്ളിക്കയറുകയും വലിയൊരു അപകടത്തിലേക്ക് നയിക്കുകയും ചെയ്തത്. സ്ഥലത്ത് ഇപ്പോഴും തിരക്ക് നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കൃത്യമായ തിരക്കും നിയന്ത്രിക്കാൻ സംവിധാനം ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു ആക്ഷേപവും വരുന്നുണ്ട്. ദുരന്തമുണ്ടായതിന് പിന്നാലെ ആളുകൾ പരിഭ്രാന്തരായി ഓടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. മരിച്ചവരിൽ 3 പേർ സ്ത്രീകളാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇവരിൽ ഒരാൾ തമിഴ്നാട് സേലം സ്വദേശിനിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സേലം സ്വദേശി മല്ലികയാണ് മരിച്ചവരിൽ ഒരാൾ എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും അപകടത്തിൽ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അടിയന്തര ഇടപെടലിന് വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരിക്കേറ്റ് ചികിത്സയിലായിട്ടുള്ള നില അതീവ ഗുരുതരമാണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയരാനുള്ള സാഹചര്യവും തള്ളിക്കളയാനാകില്ല. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് വലിയ വിദഗ്ധ സംഘങ്ങളെ നിയോഗിച്ചുകൊണ്ട് ചികിത്സ ലഭ്യമാക്കണമെന്ന നിർദ്ദേശവും മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. MG മിഥുൻ വിവരങ്ങൾ നൽകിയത്. തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് 4 പേർ മരിച്ചിരിക്കുന്നു. അടിയന്തര നടപടികളിലേക്ക് കടക്കുന്നു ഭരണകൂടം.